ആദിയുടെ വിവാഹത്തിന് ആ വീടും വീട്ടുകാരും മാത്രമല്ല നാടും നാട്ടുകാരും ഒരുങ്ങി. ചിറക്കൽ തറവാട് വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. ആദിയുടെ ആങ്ങളമാർ ഓരോ കാര്യങ്ങളായി ഏറ്റെടുക്കാൻ തുടങ്ങി. 2 ദിവസം വേണ്ടി വന്നു എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ. ആദിയുടെ ഡ്രസ് അബിയുടെ വീട്ടിൽ നിന്നായതിനാൽ തലേന്നത്തെ മെഹന്തിയുടെ ഡ്രസ് മാത്രമേ എടുത്തുള്ളൂ. എല്ലാവരും ലീവ് എടുത്ത് ഓരോ കാര്യങ്ങളുടെ പിറകെയാണെങ്കിലും ആദ്യം മാത്രം ഓഫീസ് കാര്യങ്ങളുടെ പിറകെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഡ്രസ് സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒരല്പസമയത്തേക്ക് മാത്രമായാണ് കടയിലേക്ക് വന്നത്. ആഭരണം എടുക്കുന്നതെല്ലാം വീട്ടിലെ പെണ്ണുങ്ങളായിരുന്നു. ആദിയുടെ ഇഷ്ടങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഹാഷിയെ അവർ ഒപ്പം കൂട്ടി. അവനാണെങ്കിൽ അവന്റെ ദീതുവിനെ എത്ര എടുത്തിട്ടും മതിയാവുന്നില്ലായിരുന്നു. രാവിലെ പോയാൽ ആദിയെ പിന്നെ രാത്രി നോക്കിയാൽ മതി. അതും ഫയലുകൾക്കിടയിൽ കുനിഞ്ഞിരിക്കുന്നുണ്ടാകും. ആ സമയത്താണ് ഹനിയും പഴയതുമായ നാത്തൂന്മാരും കൂടി ബ്യൂട്ടി കെയർ എന്നും പറഞ്ഞു മുഖത്ത് ഓരോ പരീക്ഷണം. ആ സമയത്ത് കല്യാണ ദിവസം ആവുമ്പോഴേക്കും അവരുടെ മുഖം കേടുവരുത്തുമെന്ന് പറഞ്ഞ് ഉമ്മുമ്മ അവരെ ആട്ടിവിടും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ലല്ലോ, ഉമ്മുമ്മക്ക് സ്വന്തം മകന്റെ കയ്യിൽ നിന്നും നല്ലൊരു കൊട്ട് കിട്ടി. സെബീനയോട് പറയും പോലെ മരുമകളോട് പറഞ്ഞതാ. അതോടെ അവര് വീട്ടിൽ നിന്നും പുറത്തായി. സുബൈർ എല്ലാം കണ്ടു നിന്നു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. മകളേക്കാൾ കൂടുതൽ സ്നേഹിച്ച മകനിൽ നിന്ന് അവരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതോടെ സെബീന അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോ ആള് പഴയ പോലെയൊന്നുമല്ല. ആദിയോട് ഭയങ്കര സ്നേഹമാണ്. ഉമ്മയുടെ വക അവൾക്ക് പാരമ്പര്യ രീതിയിലുള്ള സൗന്ദര്യ സംരക്ഷണമാണ്. എല്ലാം കൂടെ ആദിക്ക് ദേഷ്യം വരുമെങ്കിലും അവള് അടങ്ങി ഒതുങ്ങി ഇരുന്നു കൊടുക്കും. വിവാഹത്തിന് ഒരാഴ്ച മുൻപ് അബി വീട്ടിലെത്തി. അവന്റെ ഫ്രണ്ട്സ് 2 പേരും വിവാഹത്തിന് 2 ദിവസം മുൻപ് വരും. വീട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസം ഹാഷിയുടെയും കൂട്ടി അവൻ ഫിർദൗസിലേക്ക് പോയി. അവിടെ ആദിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ടായിരുന്നു. ഫിർദൗസിന് ചുമരിൽ പേര് കുത്തിയത് ഒന്ന് തഴുകി അബി അകത്തേക്ക് കടന്നു. അവിടുത്തെ മാറ്റം കണ്ട് അബിക്ക് അത്ഭുതം തോന്നി. പഴയ ഫർണിച്ചറുകൾക്ക് പകരം പുതിയവ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഒരു റൂം ആദിയുടെ ഓഫീസ് റൂമും അബിയുടെ സ്റ്റഡി റൂമുമായി തിരിച്ചിട്ടുണ്ട്. ഹാളിൽ നിന്ന് ഒരു ഡോർ തുറക്കുന്ന ഭാഗം നടുമുറ്റം പോലെ ചെയ്ത് അവന്റെ ഇഷ്ടത്തിനായിരുന്നു. അത് കഴിഞ്ഞുള്ള ഇപ്പോഴത്തെ മാറ്റങ്ങളൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. നടുമുറ്റത്തിന് അഭിമുഖമായി ഒരു ആട്ടുകട്ടിലുണ്ട്. അവൻ ആദ്യമായി കാണുന്നത് പോലെ ആ വീട് മുഴുവൻ ചുറ്റി നടന്നു. അബി അവന്റെ ഉമ്മ ഉപയോഗിച്ചിരുന്ന മുറിയിലേക്ക് പോയി. അവിടെ ഒരു മാറ്റവും ഉണ്ടാകരുതെന്ന് അവൻ പ്രാർത്ഥിച്ചാണ് അവൻ അകത്തേക്ക് കയറിയത്. അവിടേക്ക് കടന്നതും അവന്റെ കണ്ണു നിറഞ്ഞു. ഗർഭിണിയായ വഹീദയുടെ വയറിൽ കുനിഞ്ഞിരുന്ന് ചുംബിക്കുന്ന ഹംദിന്റെ ഫോട്ടോ ആയിരുന്നു അത്. അവന്റെ ഉമ്മയുടെ മുഖത്ത് നിന്നും അവൾ എത്ര സന്തോഷത്തിലാണ് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്നാൽ കാണുന്ന ആദ്യത്തെ ചുവരിലായിരുന്നു അത്. അബി സൈഡിലേക്ക് നോക്കിയപ്പോൾ അവിടെയും അവന്റെ ഉമ്മയുടെ ഒരുപാട് ചെറിയ ചെറിയ ഫോട്ടോസ് കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ അതിൽ ഓരോന്നിനെയും തൊട്ടും തലോടിയും നടന്നു. അതിനുശേഷം അവൻ അവന്റെ റൂമിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്നു ചെറിയ കട്ടിലിന് പകരം വലിയൊരെണ്ണം കിടക്കുന്നുണ്ട്. റൂമിന്റെ ഒരു ഭാഗം ഗ്ലാസ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ്. അവൻ ചെന്ന് കബോർഡ് തുറന്നതും ആദിക്ക് വേണ്ടതെല്ലാം അതിലുണ്ടായിരുന്നു. ഡ്രസ്സും കോസ്മെറ്റിക്സും എല്ലാം. അവിടെ നിന്നും അവൻ നേരെ പോയത് അടുക്കളയിലേക്കാണ്. അവിടെ വരുമ്പോൾ വല്ലപ്പോഴും മാത്രമേ അവൻ അടുക്കളയിൽ കയറാറുള്ളൂ. അതിന്റെ കുറവുകൾ എല്ലാം അതിലുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നതും അവൻ കണ്ടത് എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ഒരു അടുക്കളയായിരുന്നു. ആവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നിറഞ്ഞിരുന്നു. ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ഇവിടെ ഇനി എന്ത് കാണാനാ? അല്ലേ, നീ ഇതൊക്കെ എപ്പോഴാ ചെയ്തേ? ഞാനല്ല, ഇതൊക്കെ നിന്റെ ദീദുവിന്റെ പണിയാണ്. ഞാൻ പോകുമ്പോൾ ഒരു സ്പെയർ കീ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നു. അതെന്തിനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നാലും അവൾ ഇതൊക്കെ എപ്പോ ചെയ്തു? സ്വന്തം കല്യാണ ഡ്രസ് എടുക്കാൻ പോലും അവൾക്ക് ഒഴിവുണ്ടായിരുന്നില്ല. അബിയുടെ മനസ്സിൽ അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ താൻ ഏണിങ്സ് തുടങ്ങുന്നത് വരെ എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ആദിയായിരുന്നു. അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ വീട് മുഴുവൻ കണ്ണോടിച്ചു. അവളുടെ വരവിനായി അവിടെ ഒരുങ്ങി നിൽക്കുന്നതായി തോന്നി അവന്. ആ വീടിനോടുള്ള അവൻ്റെ അറ്റാച്ച്മെൻറ്റ് മനസ്സിലാക്കി അതിനെ മുറിപ്പെടുത്താതെ അവളുടെ ഇഷ്ടങ്ങളും കൂടി അതിലേക്ക് ചേർത്തിരുന്നു. ഡാ, നമുക്ക് ടെറസിൽ പോയി നോക്കിയാലോ? ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഹാഷി അവനെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവർ 2 പേരും ടെറസിലേക്കുള്ള വാതിൽ തുറന്നതും വാ തുറന്ന് നിന്നുപോയി. അവിടെ മുഴുവൻ ഗ്ലാസ് ഹൗസ് പോലെ ചെയ്ത് അതിൽ ജിമ്മും വർക്കൗട്ട് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നു. ഒപ്പം ചുറ്റും ചെടികളും. അബിക്ക് അവിടെയെല്ലാം ഒരുപാട് ഇഷ്ടമായി. എല്ലാം തൻ്റെ മനസ്സറിഞ്ഞ് ചെയ്തിരിക്കുന്നു. അന്നും പതിവ് പോലെ ആദി വീട്ടിലേക്ക് വന്നപ്പോഴേക്കും രാത്രിയായിരുന്നു. വല്ലാത്ത ക്ഷീണം കാരണം അവൾക്ക് ആരെയും അവളുടെ റൂമിലേക്ക് അടുപ്പിച്ചില്ല. അവൾ കട്ടിലേക്ക് വീണുകൊണ്ട് അബിയെ വിളിച്ചു. ഫോണെടുത്ത് അബി ഒന്നും മിണ്ടാതെ നിന്നു. എന്തു പറ്റി അബി? വീട് ഇഷ്ടമായില്ലേ? വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിച്ചാൽ കുറഞ്ഞു പോകും ആദി. അത്രയ്ക്ക് മനോഹരമാണ്. ഞാൻ മാത്രമല്ല, ഇപ്പോൾ ഈ വീടും നിന്റെ കുറവ് നികത്താൻ കാത്തിരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഇവിടുത്തെ ഓരോ അണുവിലും നിന്റെ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ മാത്രമല്ല, നമ്മുടെ വീടായി.
പിന്നെ ഉമ്മയുടെ റൂം, അതിലും നല്ല ഒരു സമ്മാനം എനിക്കിനി കിട്ടാനില്ല ആദി. എൻ്റെ ഉമ്മാക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? താൻ വരുത്തിയ മാറ്റങ്ങൾ അബിക്ക് ഇഷ്ടമായതിൽ ആദി വളരെ സന്തോഷിച്ചു. നിനക്ക് ആ ഫോട്ടോസൊക്കെ എവിടുന്ന് കിട്ടി? നിന്റെ ഉപ്പയുടെ കയ്യിൽ നിന്ന്. ഉമ്മയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരുന്നതാണ്. ഞാൻ അതിൻ്റെ കോപ്പി എടുത്തു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ ഉപ്പ അതാർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ കുറേ ചോദിച്ചിട്ടാണ് തന്നത്, നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി. ആദി, എനിക്ക് കാണാൻ തോന്നുന്നു. ഞാനിപ്പോൾ തറവാട്ടിലല്ലേ മോനെ? നിനക്ക് മതിൽ ചാടി വരാൻ കഴിയില്ലല്ലോ. കുറച്ച് ദിവസം കൂടി ക്ഷമി, പിന്നെ ഞാൻ നിന്റെ കൂടെ തന്നെയല്ലേ എപ്പോഴും. അവർ പിന്നെയും ഒരുപാട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇടയ്ക്കെപ്പോഴോ ആദിയിൽ നിന്നുള്ള പ്രതികരണം കുറഞ്ഞതും അവൾ ഉറങ്ങിയെന്ന് അബിക്ക് മനസ്സിലായി. അവൻ ഫോൺ കട്ട് ചെയ്ത് അവളുടെ ഫോട്ടോസും നോക്കി കിടന്നു. നാളെയാണ് ആദിയുടെയും അബിയുടെയും വിവാഹം. തറവാട് വീട് അലങ്കാരങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നു. ഇന്ന് മെഹന്തിയാണ്. നാളെ നിക്കാഹ് കഴിഞ്ഞാൽ അബിയുടെ വീട്ടിൽ അടുത്ത ദിവസമാണ് റിസപ്ഷൻ. അബിയുടെ കൂട്ടുകാർ 2 പേരും ഇന്നലെ തന്നെ എത്തിയിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ആദിയെ ഒരുക്കാൻ ആള് വന്നു. മെഹന്തിക്കായി പുറത്തെ സ്റ്റേജ് പീച്ച് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ അലങ്കരിച്ചിരുന്നു. കുറച്ച് സമയത്തെ ഒരുക്കത്തിന് ശേഷം ആദി റൂം തുറന്നു. സെബീനയും ഹയാനും അവിടെ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുങ്ങിയിറങ്ങിയ ആദിയെ കണ്ട് സെബീനയുടെ കണ്ണ് നിറഞ്ഞു. ആദിയുടെ മുഖം കയ്യിലെടുത്ത് ഇരു കവിളുകളിലും അമർത്തി മുത്തി അവളുടെ സന്തോഷം അറിയിച്ചു. ഇത്ത സുന്ദരിയായിട്ടുണ്ട്. വേഗം വാ ആദി, താഴെ ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഗോവണിപ്പടി ഇറങ്ങി വരുന്നവളെ എല്ലാവരും സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞു നോക്കി. കരിമ്പച്ച കളർ ഫുൾ ലെങ്ത് പാർട്ടി വെയറിൽ അവൾ അതിസുന്ദരിയായിരുന്നു. എല്ലാവരും കൂടെ അവളുടെ സ്റ്റേജിലേക്ക് ആനയിച്ചു. ഹനയും മെഹറിനും കൂടെ അവളുടെ കയ്യിലും കാലിലും നിറയെ മനോഹരമായി മൈലാഞ്ചി ഇട്ടു. ഓരോരുത്തരായി വന്ന് അവൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ സ്വീറ്റ്സ് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. കാസിമും ഷായും എല്ലാം അതോടൊപ്പം അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റേജിലേക്ക് സൂസനും മനുവും കൂടി കയറി വന്നു. നേരം വൈകിയതിന് ദേഷ്യപ്പെടുന്നവളെ ചേർത്ത് നിർത്തി അവളുടെ ചെവിയിൽ സൂസൻ എന്തോ പറഞ്ഞ്. അത് കേട്ടതും ആദിയുടെ കണ്ണുകൾ വിടർന്നു. സൂസനെ ചേർത്ത് പിടിച്ചു കവിളിൽ മുത്തി. എന്താണെന്ന് ചോദിച്ച് എറിക്കിനോട് ആദി അവളുടെ വയറിലേക്ക് ചൂണ്ടിക്കാണിച്ചു. പുതിയ അതിഥിയുടെ വരവ് എല്ലാവരെയും സന്തോഷത്തിന് ഇരട്ടി മധുരം നൽകി. എറിക്ക് സന്തോഷം കൊണ്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. സൂസൻ അവനടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ? അവൾ പുഞ്ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി. അപ്പോഴേക്കും അവർക്കിടയിലേക്ക് മനുവും വന്നു. ഫംഗ്ഷൻ തീരാറായപ്പോഴാണ് അബിയുടെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നത്. അബിയും അവൻ്റെ കൂട്ടുകാരും ഹംദും ഷബാനയും അമാനും ഉണ്ടായിരുന്നു. നിക്കാഹിന് ആദിക്കിടാനുള്ള ഡ്രസ്സുമായി വന്നതാണ് അവർ. കൈനിറയെ മൈലാഞ്ചി അണിഞ്ഞിരിക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ട് അബിയുടെ മനസ്സ് നിറഞ്ഞു. അവൻ ഇമ ചിമ്മാതെ അവളെ നോക്കി നിന്നു. അബിയെയും ആദിയെയും കൂടി സ്റ്റേജിലിരുത്തി വന്നവർ അവർക്ക് മധുരം നൽകി. ഗസ്റ്റെല്ലാം പോയപ്പോൾ ആദി ഫ്രഷ് ആവാനായി തൻ്റെ റൂമിലേക്ക് പോയി. ഡാ ഹാഷി, പ്ലീസ് ഡാ, ഒരു 10 മിനിറ്റ് മതി. ഞാൻ അവളെ ഒന്ന് കാണട്ടേടാ. നീ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്ക്. അയ്യടാ, എനിക്കൊന്നും വയ്യ. നീ ഇത്രയും നേരം അവളെ കണ്ടില്ലേ, അത് മതി. നാളെ മുതൽ അവൾ നിൻ്റെ കൂടെ തന്നെയല്ലേ? ഡാ, കണ്ടിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല. നല്ല കുട്ടിയല്ലേ? ഞാൻ വേഗം പോയി അവളെ കണ്ടിട്ട് വരാം. ഹാഷിയെ കോണിപ്പടിയിൽ നിർത്തി അവൻ ആരും കാണാതെ മുകളിലേക്ക് കയറിപ്പോയി. അബി ശബ്ദമുണ്ടാക്കാതെ ആദിയുടെ റൂമിൻ്റെ വാതിൽ തുറന്നു അകത്ത് കയറി. തിരിഞ്ഞു നിന്ന് ദുപ്പട്ടയുടെ പിൻ അഴിക്കുകയായിരുന്നു ആദി. ഇതൊന്നും അറിഞ്ഞതേയില്ല. അവൻ പിറകിലൂടെ ചെന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. ആദി ഒന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. എൻ്റെ പെണ്ണ് ഇന്ന് എന്തൊരു സുന്ദരിയാണെന്നറിയോ? കണ്ടിട്ട് എനിക്ക് കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട്. അവളുടെ തോളിൽ താടി കുത്തി കാതിൽ ചുണ്ട് ചേർത്ത് അവൻ പറഞ്ഞു. അവൻ്റെ വാക്കുകളിൽ ചുവന്ന അവളുടെ മുഖം മറയ്ക്കാനായി അവൻ്റെ കൈ വിടുവിച്ച് അവൾ അകന്നതും അവളെ പിടിച്ചു വലിച്ച് അവൻ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചതും അവൻ അവളുടെ കൈ പിടിച്ച് ചുമരിലേക്ക് തന്നെ വെച്ച് അവൻ്റെ ശരീരം അവളിലേക്ക് അമർത്തി. അബിയെ നോക്കാൻ കഴിയാതെ ആദി കണ്ണുകൾ അടച്ചു നിന്നു. അബി അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖം തനിക്ക് നേരെ ഉയർത്തി. ഇങ്ങനെ ചുവന്നു തുടുത്ത് നിൽക്കല്ലേ ആദി, നാളെ വരെ ഞാനൊന്ന് പിടിച്ചു നിന്നോട്ടെ. പക്ഷേ മുഖത്ത് തട്ടുന്ന അവൻ്റെ ശ്വാസത്തിൽ അവൾ കൂടുതൽ വിവശയാകുകയാണ് ചെയ്തത്. തൻ്റെ സാമീപ്യം അവളുടെ ശ്വാസത്തിൻ്റെ താളം തെറ്റിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അറിയാതെ തന്നെ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. അവിടെ നിന്നും ഇരുമിഴികളിലും ചുണ്ട് ചേർന്നു. പിന്നെ മൂക്കിൻ തുമ്പിൽ ഒന്ന് ചെറുതായി കടിച്ചു. ആദ്യം അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കി. അവളുടെ ഉയർന്നു പൊങ്ങുന്ന മാറിടം അവൻ്റെ നെഞ്ചിലേക്ക് അമരുന്നുണ്ടായിരുന്നു. അവളുടെ ചുവന്ന തുടുത്ത 2 കവിളുകളും അവൻ കടിച്ചെടുത്തു. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് ഒന്ന് പൊക്കി. ശേഷം ചുണ്ടുകളിൽ തൊടാതെ അവൻ്റെ അധരങ്ങൾ അവളുടെ കഴുത്തിലേക്ക് നീങ്ങി. അവിടെ അവൻ്റെ ചുണ്ടുകൾ അമർന്നതും ആദി എരിവ് വലിച്ചുകൊണ്ട് പിറകിലേക്ക് വളഞ്ഞു.
പെട്ടെന്ന് ആരോ ഡോറിൽ മുട്ടി. ആദി ഞെട്ടിപ്പിടഞ്ഞു അബിയെ തള്ളി മാറ്റി. ഡോർ തുറന്നപ്പോൾ ഹാഷിയാണ്. ഡാ, നിന്നെ വിളിക്കുന്നു, പോവാൻ. തെണ്ടി, ഇപ്പോഴും കറക്റ്റ് സമയത്തേ വരൂ. ഓ ആയിക്കോട്ടെ, ഇന്നത്തേക്കും കൂടെ മോനൊന്ന് ക്ഷമി. ഹാഷിക്കൊപ്പം പോവാനൊരുങ്ങിയ അബിയുടെ കയ്യിൽ അവൾ പിടിച്ചു നിർത്തി. അവൻ തിരിഞ്ഞു നോക്കിയതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ചുറ്റിപ്പിടിച്ചു. എന്താടാ, എന്തു പറ്റി? എന്തിനാ ഒരു വിഷമം? അറിയില്ല അബി, ഒരു നെഗറ്റീവ് വൈബ്, എന്തോ വരാനുള്ളത് പോലെ. ഒന്നുമില്ല, നീ ആവശ്യമില്ലാതെ ചിന്തിക്കേണ്ട. ഒരാളുടെ ശത്രുത മാത്രമല്ലേ നമുക്കുള്ളൂ. അയാളിൽ നിന്ന് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എല്ലാം ശരിയാക്കി എന്നല്ലേ ഉപ്പ പറഞ്ഞത്. എൻ്റെ പെണ്ണ് ഇന്നിനി എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിട്ടോ. അതും പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് അമർത്തിക്കടിച്ച് അവൻ താഴേക്ക് പോയി. വീട്ടിലെത്തിയ അബി ഫ്രണ്ട്സിനെയും കൂട്ടി ഫിർദൗസിലേക്ക് പോയി. നിക്കാഹിന് ആ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. രാത്രി ആദിയുടെ കൂടെ കിടക്കുകയായിരുന്നു ഹാഷി. ആദി പോകുന്നതിൽ അവന് നല്ല സങ്കടമുണ്ടായിരുന്നു. ദീ, ഒരു സംശയം ചോദിക്കട്ടെ? എന്തെങ്കിലും തോന്നോ? അത് നീ ചോദിക്കുന്ന സംശയത്തിനനുസരിച്ചിരിക്കും. അബിയുടെ ലൈഫിൽ ദീക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദീയിൽ നിന്ന് അവന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അവന് തിരിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. നീ വളരെ സ്ട്രോങ് ആണ്. എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ കഴിയും. നീ കരയുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും നീ അബിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഞാൻ കരയുന്നത് നീ കണ്ടിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ഞാൻ സ്ട്രോങ് ആണെന്നല്ല. എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുന്ന ഒരാൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അബി വരുന്നത് വരെ അവൻ്റെ മുന്നിൽ എൻ്റെ സങ്കടവും ഭയവും കണ്ണീരും കാണിക്കാൻ ഞാൻ കംഫോർട്ടബിൾ ആണ്. അതാണ് എൻ്റെ ലൈഫിൽ അവന് ചെയ്യാനുള്ളത്. അതെന്താ അവന് പ്രത്യേകത? ആ പ്രത്യേകതയുടെ പേരാണ് പ്രണയം. അവൻ്റെ മുന്നിൽ ഞാൻ ഞാനായി തന്നെ നിൽക്കാം. ഐ ഡോണ്ട് ഹാവ് ടു പ്രിറ്റൻഡ് ദാറ്റ് ഐ ആം സ്ട്രോങ്. എൻ്റെ എല്ലാ വീക്ക്നെസ്സും അവനറിയാം. ഇപ്പോൾ നിൻ്റെ സംശയം തീർന്നോ? എന്നാ ഉറങ്ങിക്കോ. അവൾ അവനെയും ചേർത്ത് പിടിച്ചുറങ്ങി, ഒരുപാട് പ്രതീക്ഷകളോടെ. രാവിലെ ഉമ്മുമ്മ വന്ന് അവളെ വിളിക്കുമ്പോൾ അവൾ സുബഹി നിസ്കരിക്കുകയായിരുന്നു. കുളിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവളെ ഒരുക്കുന്നവരെത്തിയിരുന്നു. അബിയുടെ വീട്ടിൽ നിന്നും ഹംദും ഷബാനയും നേരത്തെ എത്തി. അമൻ മാത്രം വന്നിരുന്നില്ല. ഷബാനയാണെങ്കിൽ അവനെ നിർബന്ധിച്ചുമില്ല. ഹംദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചിലരും കൂടി ഉണ്ടായിരുന്നു. അവർ വന്നതും ആദിയുടെ ആങ്ങളമാരെല്ലാവരും കൂടി അബിയുടെ അടുത്തേക്ക് പോയി. അവരാണ് അവനെ കൊണ്ടുവരുന്നത്. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴാണ് പുറത്തുനിന്ന് എന്തൊക്കെയോ സംസാരങ്ങൾ ആദി കേൾക്കുന്നത്. അവൾ റൂം തുറന്ന് പുറത്തേക്ക് വന്നു. ഒരുങ്ങി വരുന്ന അവളെ എല്ലാവരും വേദനയോടെ നോക്കി. ആദിയുടെ കണ്ണുകൾ അവരിലൂടെ എല്ലാം ഓടി നടന്നു. അബിയെ കൊണ്ടുവരാൻ പോയവരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഹാഷിയുടെ അടുത്തേക്ക് അവൾ ചെന്നു. എന്താടാ, എന്താ ഉണ്ടായേ? എന്തിനാ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവനൊന്നും പറയാതെ തല താഴ്ത്തി നിന്നു. അത് കണ്ട ആദി ദേഷ്യം വന്നു. അവൻ്റെ കോളറെ പിടിച്ച് ചുമരിലെ ഇടിച്ചു നിർത്തി. എന്താ ഒന്നും മിണ്ടാത്തത്? പറയടാ. എല്ലാവരും അവളോട് എന്ത് പറയുമെന്നറിയാതെ വേദനിച്ച് നിന്നു. ഹാഷി സങ്കടത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ദീ, അത് അബി